അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മണ്ടിരിയോ എല്ലാവരും മണ്ടിരി. നമ്മളെ കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെ പുതിയൊരു കറാമത്ത് റിലീസാക്കിയിരിക്കുന്നു. നൗഷാദ് കുരുവട്ടൂരിയാണ് റിലീസാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുരുവട്ടൂരികൾക്ക് രണ്ടഭിപ്രായം ഉണ്ടാവുകയില്ല. കോമാട്ടുചാലിൽ അബ്ദുള്ള കറാമത്ത് വിവരിച്ചാൽ ഒരുപക്ഷെ കുരുവട്ടൂരികൾക്ക് രണ്ടഭിപ്രായം ഉണ്ടായേക്കാം. എന്നാൽ കോമാട്ടിന്റെ തന്നെ കറാമത്ത് നൗഷാദ് പറഞ്ഞാൽ ആർക്കും അതിൽ എതിരഭിപ്രായം ഉണ്ടാവുകയില്ല. ഇത് ഞാൻ പറയാൻ കാരണം മറ്റൊന്നുമല്ല, കോമാട്ടുചാലിൽ അബ്ദുള്ള കുരുവട്ടൂരിൽ വെച്ചുകൊണ്ട് ആദ്യ ദിവസം തന്നെ മൗലിദ് പരിപാടി എന്ന പേരിൽ ഒരു കറാമത്ത് പ്രഭാഷണം നടത്തിയിരുന്നു. കുരുവട്ടൂരികൾക്ക് തന്നെ അത് ഹറാം വെറുപ്പ് പ്രഭാഷണമാണ് എന്ന് ബോധ്യപ്പെട്ടു എന്ന് തോന്നുന്നു. പ്രൈവറ്റ് ആക്കി വെച്ചതാണ്. ഇതുവരെ അത് പിന്നീട് തുറന്നിട്ടില്ല. മാത്രവുമല്ല, കുരുവട്ടൂരികള് ആ ഹറാം വെറുപ്പ് പ്രഭാഷണത്തിൽ നിന്ന് വളരെയേറെ കഷ്ടപ്പെട്ട് ഫിൽട്ടർ ചെയ്തുകൊണ്ടാണ് കേവലം 4 മിനിറ്റുള്ള പ്രഭാഷണമാക്കി കുരുവട്ടൂർ ഷെയ്ഖിന്റെ പ്രഭാഷണം കൊണ്ടുവന്നത്. വല്ലാതെ അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാൻ. ആ ഫിൽട്ടർ ചെയ്ത വിദ്വാന് ഒരു അവാർഡ് തന്നെ കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഇന്നിപ്പോ എന്തൊക്കെ ഹറാം വെറുപ്പാണ് പറയാന്നറിയില്ല. കുരുവട്ടൂരി നൗഷാദ് പറഞ്ഞത് കൂടുതൽ നിങ്ങൾ സംസാരിക്കേണ്ട, സംസാരം ഞാൻ നടത്തിക്കോളാം, നിങ്ങളെ ഹറാമത്തൊക്കെ ഞാൻ പറഞ്ഞോളാം, നിങ്ങള് പാട്ട് പാടാൻ വേണ്ടി മാത്രം വന്നാ മതി എന്നാണ് ഷെയ്ഖിന് മുരീദ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഷെയ്ഖാവട്ടെ മനസ്സില്ലാ മനസ്സോടുകൂടി മുരീദിനോട് പറഞ്ഞു, എങ്കിൽ ഞാൻ പ്രഭാഷണം ചുരുക്കിക്കോളാം, എന്റെ കറാമത്ത് പറയാൻ മടിക്കരുത് കേട്ടോ. അങ്ങനെയാണ് ഷെയ്ഖിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു പുതിയ കറാമത്ത് റിലീസാക്കിയിരിക്കുന്നത്. ഷെയ്ഖ് എന്തെങ്കിലും പറഞ്ഞാൽ മുജാഹിദ് ബാലുശ്ശേരിയെക്കാളും ഘട്ടമാണ്. നമുക്ക് ഒരുപാട് ക്ലിപ്പ് ഉണ്ടാക്കാൻ കഴിയും. ഇന്നിപ്പോ എത്ര ക്ലിപ്പാണ് കിട്ടുക? ക്ലിപ്പിന്റെ പേമാര് തന്നെ വന്ന് വീഴുമോ എന്ന ചിന്തയോടുകൂടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ക്ലിപ്പുകളൊക്കെ ഭദ്രമായി ഒന്ന് സൂക്ഷിച്ചു വെക്കണം എന്നതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് കോമാട്ടുചാലിൽ ചേക്കിന്റെ ആ കറാമത്തിലേക്ക് കടക്കാം. കോമാട്ടുചാലിൽ അബ്ദുള്ള ചേക്കിന് ഒരുപാട് കറാമത്തുകൾ ഉള്ളതായി മുരീദന്മാര് പറഞ്ഞിരുന്നു. പിന്നീട് അതൊക്കെ ആ വഴിക്ക് തന്നെ പോവുകയാണ് ചെയ്തത്. ഒന്നാമത്തെ കറാമത്ത് മൂത്രച്ചേക്കിന്റെ മൂത്രം തന്നെയാണ്. മൂത്രം കസ്തൂരിയേക്കാൾ വാസനയുള്ളതാണ്. വേർപ്പ് കസ്തൂരിയേക്കാൾ വാസനയുള്ളതാണ്. അത് നക്കി കുടിച്ചാൽ വല്ലാത്ത വർക്കത്ത് കിട്ടുമെന്നാണ് ഉമ്മളെ ഉരുവട്ടൂരി കാടപ്പടി ഫൈസൽ പറഞ്ഞത്. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നാണ് ഹിഫ്ളാക്കിയതെന്നാണ് മൂത്രച്ചേക്ക് തന്നെ തുറന്നടിച്ചത്. അതോടൊപ്പം സമസ്തയിലുള്ള ഒരു പണ്ഡിതൻ വഫാത്തായ വിവരം കാട്ടിലുള്ള മൂത്രച്ചേക്ക് ഉമ്മള അൻവരിപ്പാപ്പാക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു കൊടുത്തോളൂ. അങ്ങനെ എത്ര കറാമത്തുകളാണ് പണ്ട് പറഞ്ഞത്. ഇപ്പോൾ അങ്ങനെ കറാമത്തുകളൊന്നും വെറുങ്ങനെ പറയാറില്ല. കാരണം എന്താ വെച്ചാല് ഇല്ലാത്ത കറാമത്താണെന്ന് ആളുകൾക്ക് തന്നെ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നതുകൊണ്ട് അവരിങ്ങനെ ട്രോളും. അതോടുകൂടി വലിയ സൂക്ഷ്മതയോടുകൂടിയാണ് ഇപ്പൊ കറാമത്ത് പറയാറുള്ളത്. ഏതായാലും ഈ കറാമത്തൊന്ന് ഉമ്മക്ക് കേട്ടുവെക്കാം. ഖബറുകളിലുള്ള മശായിഖന്മാര് സംസാരിക്കുന്നു ജീവിച്ചിരിക്കുന്ന മഹാന്മാരോട്. ഇ.കെ. ഉസ്താദ് ശംസുൽ ഉലമാ അവറുകൾ, മഹാനരായ ഇടിയങ്ങര ശൈഖ് അവറുകളുടെ കോഴിക്കോട്ട് അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് അലാഉദ്ദീൻ അൽ ഹിംസി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിൽ പോകുന്ന സംഭവം പ്രസിദ്ധമാണ്. ഇ.കെ. ഉസ്താദ് അവിടെ ചെന്നാൽ ഖബറിലുള്ള ശൈഖ് അവറുകളോട് നേരിട്ട് സംസാരിക്കലാണ്. അവിടെ നിങ്ങോട്ട് മറുപടിയും പറയും. ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദിന്റെ കറാമത്താണ് ആദ്യം പറയുന്നത്. എന്തിനാണ് ഈ കറാമത്ത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഭാവിയിൽ ഒരു ശംസുൽ ഉലമയായി ആളുകൾ കരുതണം എന്ന് കരുതിയിട്ടാണ്. ശംസുൽ ഉലമയുടെ അതേ ദർജയിൽ തന്നെ ഉമ്മളെ ശൈഖും എത്തിയിരിക്കുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ആദ്യം തന്നെ ശംസുൽ ഉലമയുടെ കറാമത്ത് പറഞ്ഞത്. ഇത് കേട്ടിട്ട് ശംസുൽ ഉലമയുടെ പദവിയിൽ മാത്രമേ കോമാട്ടുചാലിൽ അബ്ദുള്ള എത്തിയിട്ടുള്ളൂ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. മൂപ്പര് മുദബ്ബിറുൽ ആലമാണ്. ആ ലിസ്റ്റിലാണ് മൂപ്പർ എണ്ണിയിട്ടുള്ളത്. 1-ാം സ്ഥാനോ 3-ാം സ്ഥാനോ മറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നോടതങ്ങ് മറന്നുപോയി. ഇനി ലിസ്റ്റ് കിട്ടിയാല് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരും. നിങ്ങളെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടിയിട്ട് ശംസുൽ ഉലമക്ക് അങ്ങനെ കറാമത്തുണ്ട് എന്ന് ഞങ്ങളങ്ങ് പറഞ്ഞതാ. ശംസുൽ ഉലമ എന്ന് പറഞ്ഞാല് ഒരു വലിയൊന്നല്ല, പണ്ഡിതന്മാരിൽ ഏറ്റവും വലിയ
പണ്ഡിതൻ, അല്ലാതെ ഷെയ്ഖാണെന്നോ വലിയാണെന്നോ നിങ്ങൾ തെറ്റിദ്ധരിച്ചുകൊണ്ട അത് നമ്മളെ കുരുവട്ടൂരുകള് അംഗീകരിച്ചു തരൂല. അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാല് നമ്മളെ ഷെയ്ഖിന്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ള പേടി കുരുവട്ടൂരുകളായ അതുകൊണ്ട് കൊന്നാലും നമ്മൾ അംഗീകരിക്കൂല. നമ്മളെ ഷെയ്ഖ് മാത്രമേ ഉള്ളൂ ഷെയ്ഖ്, അല്ലാത്തവരൊന്നും ഷെയ്ഖല്ല എന്നാണല്ലോ നിങ്ങൾ പറയുന്നൊക്കെ കേട്ടില്ലേ? ആ കേട്ടത് തന്നെയാണ് ഈ കുരുവട്ടൂരുകളുടെ വാദവും. അതൊന്നും നിങ്ങൾ ശരിക്കും കേട്ടു വെക്കുക. പറയട്ടെ, മഹാനായ ഷെയ്ഖുന ഷംസുൽ ഉലമ, ഔലിയാക്കളെ ലോകത്ത് ഖുത്ബുൽ സമാൻ, ഖുത്ബുൽ ആലം എന്നൊക്കെ പറയപ്പെടുന്നത് പോലെ പണ്ഡിതന്മാരുടെ ലോകത്ത് ഷംസുൽ ഉലമ എന്ന പ്രത്യേക നാമത്തിൽ ഒരു കുരുവട്ടൂരിയാണ് ഈ പറയുന്നത് ഷംസുൽ ഉലമയെ കുറിച്ച്. അപ്പൊ നിങ്ങൾക്ക് കാര്യം ബോധ്യമായെന്ന് എനിക്കും തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മക്ക് കോമാട്ടുചാലിൽ മൂത്രച്ചേക്കിന്റെ കറാമത്തിലേക്ക് പോകാം. നമ്മുടെ ശൈഖുനയുടെ കൂടെയൊക്കെ നടക്കുമ്പോ നമ്മളത് നേരെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. മണിക്കൂറുകളോളം നേരെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയും പറഞ്ഞു കേൾക്കുമ്പോൾ ഉണ്ടാകുന്നതും എത്രയോ വ്യത്യാസമാണ്. നമ്മളെ നൗഷാദ് കുരുവട്ടൂരി രണ്ട് സംഗതിയാണ് നേരിട്ട് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളൂ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശം അത്തറിൽ മുക്കിയപ്പോ തിരുകേശത്തിന്റെ നൂറ് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ നേര് വന്നു, അത് അനുഭവിച്ചറിഞ്ഞതാണ്. രണ്ടാമത്തെ ഒരു അനുഭവിക്കലാണ് ഈ അനുഭവം. മൂത്രച്ചേക്ക് കോമാട്ടുചാലിൽ അബ്ദുള്ള വഫാത്തായ മഹാന്മാരോട് മണിക്കൂറുകളോളം സംസാരിക്കുന്നത് നേരിട്ട് അനുഭവിച്ചറിഞ്ഞതാണ്. അത് അനുഭവിച്ചറിഞ്ഞാലുണ്ടല്ലോ വല്ലാത്തൊരു അനുഭവമാണ്. ആ അനുഭവം ഇങ്ങനെയുള്ള അനുഭവമാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളെ മൂത്രച്ചേക്കിന് വല്ലാത്ത കറാമത്താണ്, ബാക്കിയുള്ളവർക്കൊന്നും കറാമത്തില്ല. അങ്ങനെങ്ങാനും ആർക്കെങ്കിലും കറാമത്തുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ചാല് ഈ കാലഘട്ടത്തിൽ നിങ്ങളെ പോലത്തെ വ്യാജന്മാരും പേച്ചവരും ലോകത്തില്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മളെ ഉരുവട്ടൂരുകള് അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളോട് പറയും. അസ്സലാമു അലൈക്കും. ഇന്നലെ പരപ്പനങ്ങാടിയിലായിരുന്നു മജ്ലിസുൽ മൗലിദ്. ആ ശൈഖുനയുടെ നേതൃത്വത്തിലുള്ള മജ്ലിസ് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നപ്പോ മദീനയിൽ അവിടുത്തെ ഹദറത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ സ്വഹാബികൾ അവര് ആ ഒരു മഹബ്ബത്തിൽ അലിഞ്ഞു ചേർന്നതുപോലെയുള്ള അനുഭവം. അത് ഏത് യുക്തിവാദിയോ നിരീശ്വരവാദിയോ പുത്തൻവാദിയോ, ഈ പുത്തൻവാദികളിൽ പുതിയ പുത്തൻവാദികളായി രംഗത്ത് വരുന്നവരോ ആരൊക്കെ രംഗത്ത് വന്നാലും നമ്മളത് പറഞ്ഞുകൊണ്ടേയിരിക്കും.